നമസ്കാരം, എല്ലാവർക്കും സത്തൻ മെനുവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ നീതു. ഇന്ന് സത്തൻ മെനുവിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജ് കുർമയാണ്. ഒരുപാട് വെജിറ്റബിൾസ് ഒക്കെ അടങ്ങിയിരിക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു വെജ് കുർമ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ വെജ് കുർമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കുക. അതിലേക്ക് ഏകദേശം ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, അതേപോലെ തന്നെ 2 ഗ്രാമ്പു, പിന്നെ വേണ്ടത് 2 ഏലക്കായ, പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട, ഇത്രയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ഗ്രാമ്പൂവും ഏലക്കായും ഒന്നും അധികം ഇടാൻ പാടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ അങ്ങനെ, അതിൻ്റെ ഒരു സ്മെല്ല്, ഒരു ഫ്ലേവർ അങ്ങനെ മുന്നിട്ട് നിൽക്കും. അപ്പോൾ ഇത്രയൊക്കെ ആഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ ഇത് ചൂടായി വന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് വലിപ്പമുള്ള ഒരു സവാള എടുക്കാവുന്നതാണ്. ഇത് ചെറുതായിട്ടൊന്ന് തിന്നായിട്ടൊന്ന് സ്ലൈസ് ചെയ്ത് കൊടുക്കാം. അതും ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ സവോള ഒന്ന് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് നിങ്ങൾക്ക് കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പിന്നീട് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഉപ്പ് ചേർത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മളുടെ സവോളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുക്കുവാണ്. ഞാനിവിടെ ഒരു പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അത് നല്ല എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറുമ നല്ല യെല്ലോ കളറിലാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടിയിട്ട് മുളക് പൊടി ഒന്ന് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചമണമൊക്കെ മാറണം. അപ്പോൾ അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ അതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി. നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് ഏകദേശം 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. അതും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഞാനത് ഏകദേശം ഒരു 1/2 മുതൽ 3/4 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നിങ്ങൾ പൊടികൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൊടികളൊക്കെ കരിഞ്ഞു പോകും. മുളക് പൊടിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ആവശ്യമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം, അപ്പോൾ പൊടി കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്ന മസാല പൊടികളൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ചെറിയ 2 തക്കാളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കൊരു വലിപ്പമുള്ള വലിയൊരു തക്കാളി ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് വരണം. അതൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് ഇരിക്കണം ഈ ഒരു വെജ് കുർമയിൽ. അപ്പോൾ ഇത് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു വലിപ്പമുള്ള ക്യാരറ്റ്, അതേപോലെ തന്നെ ഒരു വലിപ്പമുള്ള ഉരുളക്കിഴങ്ങ്, പിന്നെ ഒരു 10-15 ബീൻസ്, പിന്നെ ഫ്രഷ് ഗ്രീൻ പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ മഷ്റൂമൊക്കെ ചേർക്കാം. ഇപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ഇതുപോലെ ചതുര കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഈ മസാലയുടെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ വെജിറ്റബിൾസിൻ്റെ വിറ്റമിൻസ്, മിനറൽസാണ് നമ്മളുടെ ഈ വെജ് കുറുമ ശരിക്കും പറഞ്ഞാൽ റിച്ച് ആക്കുന്നത്. ഇതിലടങ്ങിയിരിക്കുന്ന ഗ്രീൻ പീസും നമ്മളുടെ ബീൻസൊക്കെ ഫൈബർ കണ്ടൻ്റ് ഉള്ളതാണ് ബീൻസൊക്കെ. അപ്പോൾ അതുപോലെ എല്ലാ ക്യാരറ്റിനാണെങ്കിലും ബീൻസിനാണെങ്കിലും ഗ്രീൻ പീസിനാണെങ്കിലും എല്ലാം അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു റിച്ച് ആയിട്ടുള്ള ഒരു കറിയാണിത്. അപ്പോൾ നമ്മളുടെ ഭക്ഷണത്തിൽ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തേണ്ടുന്ന ഒരു കറിയാണ് ഈ വെജ് കുറുമ. ഇതെല്ലാവരും മറക്കാതെ ഉണ്ടാക്കണം.
ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവമാണ്. അപ്പോൾ ഞാനിതാ മസാലകളൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് നമ്മൾ ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുക്കറിൽ സെപ്പറേറ്റായിട്ട് വേവിച്ചിട്ട് ഈ കഷ്ണങ്ങളൊക്കെ വേവിച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സമയം ലാഭിക്കാം. ഇതുപോലെ ഇങ്ങനെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കഷ്ണങ്ങളൊക്കെ. അപ്പോൾ നമ്മളുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള അരപ്പൊന്ന് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 5-6 അണ്ടിപ്പരിപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിത് സോക്ക് ചെയ്ത കാഷ്യൂനട്ടാണ്. സോക്ക് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് പെട്ടെന്നൊന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് സോക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്തിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതാ കണ്ടില്ലേ, നമ്മൾ തേങ്ങയും കാഷ്യൂനട്ടും കൂടെ ചേർത്ത് അരച്ചിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെയാണ് ഇതിരിക്കുന്നത്. അങ്ങനെ നമ്മളുടെ വെജ് കുർമയിലെ വെജിറ്റബിൾസും എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ഗ്രീൻ പീസും കരട്ടും പൊട്ടറ്റോവും ബീൻസും എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. അതായത് തേങ്ങയും കാഷ്യൂനട്ടും ചേർത്തിരിക്കുന്ന ഈ ഒരു പേസ്റ്റ് ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈ ഒരു ഗ്രേവി തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി തേങ്ങ ആഡ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ കാഷ്യൂനട്ട് ആഡ് ചെയ്യാം. അതേപോലെ തന്നെ ഇതിലേക്ക് പൊട്ടുകടല വേണമെങ്കിൽ ചേർത്ത് കൊടുത്തിട്ട് അരക്കുമ്പോൾ പൊട്ടുകടല കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗ്രേവി കുറച്ചും കൂടെ തിക്കായിരിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇത് സാധാരണ വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ പാകത്തിനുള്ള ഒരു വെജ് കുറുമയായിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ റിച്ച് ആക്കണമെങ്കിൽ അതൊക്കെ ആഡ് ചെയ്തിട്ട് ഇതിനൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആ അരപ്പ് ആഡ് ചെയ്തതിൻ്റെ കൂടെ കുറച്ചും കൂടെ വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യുവാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം തിക്നെസ് വേണോ അതിനനുസരിച്ചിട്ട് ആ ഗ്രേവിയുടെ തിക്നെസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഓരോരാളുടെ ഇഷ്ടം പോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. ഉപ്പ് കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കണം. ആ തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ വേവിക്കണം. അപ്പോൾ നമ്മളുടെ വെജ് കുറുമ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് ലൂസായിട്ടാണ് കുറുമ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കടലയൊക്കെ ആഡ് ചെയ്തിട്ടേ കുറച്ചും കൂടെ തിക്കാക്കി എടുക്കാം. അതേപോലെ തന്നെ കുറച്ച് കാഷ്യൂനട്ട് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല തിക്കായിട്ട് കിട്ടും അതിൻ്റെ ഗ്രേവി. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ നോർമലി നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പോലെയാണ് ഞാനിപ്പോൾ അവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നല്ല മണമാണ് ഇവിടെ, നല്ല കുറുമയുടെ നല്ല മണമാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും southernmenu2017@gmail.com എന്നുള്ള മെയിൽ ഐ ഡിയിലേക്ക് അയക്കാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾ ഇതൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോസ് കൂടി അയക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ ചാനൽ southern menu സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. താങ്ക്